അപ്പോൾ ഈ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. കാരണം വളരെ ചെങ്കുത്തായിട്ടുള്ള വഴിയാണ് ഇത് താഴോട്ടേക്ക് വരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ പോകുന്ന വഴികൾ ഭയങ്കര റഫ് ടെറൈനാണ്. ഓഫ് റോഡ് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. മൊബൈൽ നെറ്റ്വർക്ക് വളരെ ലോ ആണ് അവിടെ, വർക്കാവില്ല ആക്ച്വലി മൊബൈലൊന്നും. നമ്മളെ വണ്ടി തന്നെ ആക്ച്വലി 2-3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. സോ അവിടെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ചിലപ്പം പരിചയമില്ലാത്ത ആളാണെങ്കിൽ മേ ബി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളാകെ ഭയങ്കര പാനിക്കായി പോയി, കാരണം അറിയാത്തൊരു സ്ഥലമാണ്. പിന്നെ രാത്രിയാണ്, ഏകദേശം ഒരു 4 മണി ഒക്കെ ആയപ്പോഴാണ് ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ചാടുന്ന പോലെ ഫീല് നമുക്ക് വന്നത്. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. നോർത്ത് ഈസ്റ്റ് സൈഡിൽ വളരെ പെട്ടെന്ന് നമുക്ക് സൂര്യപ്രകാശം വരും. കാരണം വെച്ചാൽ സൂര്യ അവിടെ ഈസ്റ്റ് സൈഡിൽ പെട്ടെന്ന് ഉദിക്കുന്നത് കൊണ്ടാണത്. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഏകദേശം ഒരു 4-5 മണിയാകുമ്പോൾ തന്നെ നമ്മളെ നാട്ടിലൊരു 9-10 മണിയായ ഒരു ഫീലാണ് അവിടെ കിട്ടുക. സോ അങ്ങനെ ഞങ്ങൾ അന്നൊരു സൺഡേ ആയിരുന്നു. സോ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. നല്ല തണുപ്പാണ് ആക്ച്വലി. നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഏർലി മോർണിംഗിൽ നമ്മൾ ഷില്ലോങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോയി. ഷില്ലോങ് സിറ്റി മുഴുവൻ ആക്ച്വലി ചെറി ബ്ലോസം ഉണ്ടാവും ആ സമയത്ത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. കാരണം ഏത് മുക്കിലും മൂലയിലും പോയാലും നമുക്ക് ചെറി ബ്ലോസത്തിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തൊട്ടടുത്തുള്ള ഷില്ലോങ്ങിലെ കാഴ്ചകളിലേക്കൊക്കെ ഞങ്ങൾ നടന്നു പോകാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ ഞങ്ങൾ പോയി അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇനി പോകാനുള്ളത് എന്ന് വെച്ചാൽ ഷില്ലോങ്ങിൻ്റെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. അതായത് അവിടെയാണ് ഞങ്ങൾ ആദ്യത്തെ ഹോൾട്ടിംഗ് പോയിൻ്റ് വരുന്നത്. സോ പോകുന്ന വഴിയിലാണ് ലൈറ്റ്ലൂം ക്യാനിയൻ എന്ന് പറഞ്ഞിട്ടൊരു കാഴ്ചയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണത്. സോ പണ്ടത്തെ കാലത്ത് എറോഷൻ വഴി ഫോം ചെയ്തിട്ടുള്ളൊരു വാലി സൈഡാണ് ഈ ലൈറ്റ്ലൂം ക്യാനിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒത്തിരി ഓഫ് ബീറ്റ് ആയിട്ടുള്ള വില്ലേജൊക്കെ ഉണ്ട്. അതായത് സ്മിത്ത്, മൗഫ്ലനോർ എന്നൊക്കെ പറയുന്ന റിമോട്ടായിട്ടുള്ള വില്ലേജുകളും ഈ ലൈറ്റ്ലൂം ക്യാനിയൻ്റെ അരികിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടി പോകുന്നത് ട്രിപ്പിൽ എന്നെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലേക്കാണ്. അത് മറ്റൊന്നല്ല, നോങ്ജ്റോങ് വില്ലേജ് എന്ന് പറയും. നോങ്ജ്റോങ് വില്ലേജ് ഏകദേശം 1200ഓളം അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ടൈപ്പ് റൂട്ടൊക്കെയാണ് ഉള്ളത്. സോ അങ്ങോട്ടേക്ക് എത്താൻ നമ്മൾ ഒത്തിരി യാത്ര ചെയ്യണം. ഈ ലൈറ്റ്ലൂം ക്യാനിയൻ നിന്ന് ഏകദേശം 3 മണിക്കൂർ വീണ്ടും നമ്മൾ റിമോട്ടായിട്ട് യാത്ര ചെയ്താലാണ് നമുക്ക് നോങ്ജ്റോങ് വില്ലേജിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് വില്ലേജിലെത്തുന്നത്. സോ നോങ്ജ്റോങ്ങിനെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നോങ്ജ്റോങ് വില്ലേജ്. സോ ആ സമയത്ത് ആകാശിൻ്റെ ആൻറ്റി നടത്തുന്നൊരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ആകാശും അംബരീഷും കൂടി ഞങ്ങളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. നേരെ ഞങ്ങൾ ഓടുന്നത് സൺസെറ്റ് പോയിന്റിലേക്കാണ്. കാരണം വെച്ചാൽ ഓൾറെഡി ആ സമയത്ത് തന്നെ സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഗോൾഡൻ കളറിലേക്ക് മാറുന്നുണ്ടായിരുന്നു. നമ്മുടെ വാലി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പച്ച ഉള്ള ഒരു വ്യൂ സഡനായിട്ടൊരു ഗോൾഡനിലേക്ക് മാറുന്ന എങ്ങനെയായിരിക്കും, അതുപോലെയായിരുന്നു അവിടുത്തെ സൺസെറ്റ് പോയിൻ്റ് വരുന്നത്. അങ്ങനെ ആ ഏരിയകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് വളരെ ലോ ആണ്, അവിടെ വർക്കാവില്ല ആക്ച്വലി മൊബൈലൊന്നും. സോ റേഞ്ച് ഇല്ല, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സോ നമ്മൾ അടുത്ത ലോക്കലായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പിന്നെ പോയത്. അവിടെ ലോക്കൽസിൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചും അതുപോലെ തന്നെ ലോക്കൽ ഫാമിലീൻ്റെ ഒക്കെ എല്ലാ വീടുകളിലേക്കും അംബരീഷ് നമ്മളെ കൊണ്ടുപോയി. സോ അതാണ് ആക്ച്വലി ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കവിടെ ഒരു ലോക്കലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ട്രൈബൽ വീടുകളിലേക്കും കയറി ചെല്ലാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആവും. കാരണം പല ആളുകളും ഇന്ത്യയിലാണെങ്കിൽ കൂടി അവർ ഖാസി ട്രൈബൽ ലാംഗ്വേജാണ് അവർ സംസാരിക്കുക. അങ്ങനെ പിറ്റത്തെ ദിവസം രാവിലെ ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അംബരീഷ് വന്നിട്ട് ഏകദേശം ഒരു രാവിലെ 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആകാശിൻ്റെ ആൻറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്ത ആ ഒരു ചൂട് കാപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, ഭയങ്കര തണുപ്പാണ് പുറത്ത്. ഓക്കെ, സോ
2-3 ഫ്ലീസും അതുപോലെ അതിൻ്റെ പുറകിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ എത്തിയ സമയത്താണ് നമുക്കിത് എത്രയും വൈറലായിട്ടുള്ള ഒരു സ്പോട്ടാണെന്ന് മനസ്സിലായത്. കാരണം അന്ന് സൺസെറ്റ് കാണാൻ ഞങ്ങൾ പോയ സമയത്ത് അന്ന് ആരും ഇല്ലായിരുന്നു അവിടെ. പക്ഷേ സൺറൈസിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഗുവാഹട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾക്കിനി പോകാനുള്ളത് ഈ ഒരു വില്ലേജിലെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു വാലി ഹൈക്കിംഗ് ഉണ്ട്. അതായത് നോങ്ജ്രോങ്ങിൽ തന്നെ നമ്മളൊരു 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വാക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലി ഹൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. കാരണം വളരെ ചെങ്കുത്തായിട്ടുള്ള വഴിയാണ് ഇത് താഴോട്ടേക്ക് വരുന്നത്. സോ നമ്മൾ ലിറ്ററലി പോകുന്നത് ക്ലൗഡ് ബെഡിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതുപോലെ തന്നെ നല്ല കോടയുണ്ടാവും. സോ നമ്മളെ കൂടെ ഒരു ലോക്കൽ എപ്പോഴും പിന്നെ വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വാലിയുടെ ഉള്ളിൽ ഒരുപാട് നാരങ്ങ തോട്ടങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ചിലപ്പം പരിചയമില്ലാത്ത ആളാണെങ്കിൽ മേ ബി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ അംബരീഷിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം അങ്ങനെ പതുക്കെ താഴോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. ഏകദേശം ഒരു 6-6.5 കിലോമീറ്റർ നടന്നാലാണ് നമ്മൾ താഴെ എത്തുന്നത്. പക്ഷേ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. ഓൾറെഡി നമുക്ക് AMS ഉണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ രാവിലെ തന്നെയുള്ള ഈ ഒരു ഹൈക്കിങ് കൂടി വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ടയേർഡ് ആവുന്ന സമയത്ത് നമുക്ക് ഓരോ തോട്ടങ്ങൾ നിർത്താൻ പറ്റും. ക്ഷീണം തോന്നുകയാണെങ്കിൽ അവിടുന്ന് നാരങ്ങ പറിച്ചിട്ട് കഴിക്കാം എന്നുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ താഴെ വാലി ഫ്ലോർ എത്തി. ഏകദേശം 2-2:30 മണി ആയിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ആ ഒരു ഹൈക്കിങ് കഴിഞ്ഞ സമയത്ത്. സോ അത് നമ്മൾ താഴെ വാലി ഫ്ലോറിൽ എത്തുമ്പോൾ തന്നെ അതൊരു ക്യാൻവാസ് പോലെയാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ കുറേ കാലികളും അതുപോലെ തന്നെ കർഷകരും ഒക്കെ ആയിട്ട് ഭയങ്കര മൊത്തത്തിലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ആ ഒരു വാലി ഹൈക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോയിരുന്നത് മേഘാലയയിൽ തന്നെ വൺ ഓഫ് ദി റിമോട്ടായിട്ടുള്ള വില്ലേജ് ആയിട്ടുള്ള കോങ്തോങ്ങിലേക്കാണ്. കോങ്തോങ് വിസ്ലിംഗ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. കോങ്തോങ്ങിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമം പ്രസിദ്ധമായിട്ടുള്ളത് കുട്ടി ജനിക്കുന്ന സമയത്ത് അമ്മ താരാട്ടുപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ്. ആക്ച്വലി അത് ജിങ്കർബായ് ലാബെ എന്താണ് അറിയപ്പെടുന്നത്. സോ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അവരുടെ പേരായിട്ട് ആ ഗ്രാമത്തിലെ 700ഓളം ആളുകൾക്ക് ഉണ്ടാകുന്ന ടൈപ്പ് ഒരു പ്രത്യേകതയാണ് പിന്നെ അവിടെ ഉള്ളത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വാക്കേൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വില്ലേജിലേക്കാണ്. സോ വാക്കേൻ എന്ന് പറയുന്നത് അവിടെ മൗരിങ്കാങ് എന്ന് പറയുന്നൊരു ബാംബു ട്രക്ക് ഉണ്ട്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൗരിങ്കാങ് എഗെയിൻ റിമോട്ടായിട്ടുള്ള മറ്റൊരു വില്ലേജാണ് മേഘാലയയിലെ. സോ അവിടെ നമുക്ക് ഈ ബാംബു ട്രക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 4 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. സോ അവിടെ ഞങ്ങൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര നിബിഡമായിട്ടുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആംബിയൻസ് അവിടെ വരുന്നത്. അതായത് നമ്മളിങ്ങനെ ഈ 4 കിലോമീറ്ററും നമ്മൾ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പാലങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പോകേണ്ടത്. സോ ഖാസി ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഐതിഹ്യപ്രകാരം സോ ഇവർ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ആ ഒരു പ്രദേശത്ത് ഈ കല്ലുകൾ തമ്മിലുള്ള വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് മൗരിങ്കാങ് എന്ന് പറയുന്ന ഒരു കല്ലാണ് അവർ രാജാവായി വന്നത്. അപ്പം മൗരിങ്കാങ് തൊട്ടടുത്തുള്ള ദേശത്തെ തിയാങ് എന്ന് പറയുന്ന മറ്റൊരു കല്ലുമായിട്ട് പ്രണയത്തിലായി. പക്ഷേ അത് ഇഷ്ടപ്പെടാതിരുന്ന തിയാങ്ങിൻ്റെ പ്രദേശത്തെ വേറൊരു രാജാവ് മൗരിങ്കാങ്ങുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധമായിരുന്നു. സോ ആ ഒരു യുദ്ധത്തിൽ മൗരിങ്കാങ്ങിൻ്റെ കൈയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര വീറോടെ ഫോർട്ട് ചെയ്തിട്ട് മൗരിങ്കാങ് തിയാങ്ങിനെ കല്യാണം കഴിച്ചിട്ട് അവർ ഭയങ്കര ഹാപ്പിയായി ജീവിച്ചു എന്നാണ് ഖാസി ട്രൈബലിൻ്റെ ഒരു വിശ്വാസപ്രകാരം വരുന്നത്. അങ്ങനെ അവിടുത്തെ എൻഡിങ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ ആക്ച്വലി ഒരു സെൻറ്ററിലാണ്. അതിൻ്റെ ഒരു 360 വ്യൂവിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഷില്ലോങ്ങിലേക്ക് തന്നെ വരികയാണ്. കാരണം വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന നാഗാലാൻഡിലേക്ക് നമുക്ക് പോകേണ്ടിയിരുന്നത്. സോ ഗുവാഹട്ടി ടു ദിമാപൂർ അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്. സോ രാത്രി നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു ദിമാപൂരിലേക്ക്.
ഇവിടെ വെച്ചിട്ട് അംബരീഷ് നമ്മളുടെ കൂടെ വരുന്നില്ല നാഗാലാൻഡ് ഹോൺബിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അംബരീഷിൻ്റെ പകരം ആകാശ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യും നാഗാലാൻഡ് മുതൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാഗാലാൻഡിലേക്ക് ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ പിറ്റത്തെ ദിവസം ഞങ്ങൾ ദിമാപൂർ എത്തി. സോ ദിമാപൂർ ടു കൊഹിമ പിന്നെ നമ്മൾ ഷെയർ ടാക്സി വഴി നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് നമ്മൾ കൊഹിമയിൽ എത്തുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കൊഹിമയിൽ ഭയങ്കര സൈലൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ ആരും അങ്ങനെ അൺനെസസറി ആയിട്ട് ഹോൺ അടിക്കുന്നില്ല. അത് ഭയങ്കര ഒരു നല്ല കൾച്ചറായിട്ടാണ് ഫീൽ ചെയ്തത്. സോ എത്ര ആളുകളാണെങ്കിലും അവർ ഇപ്പം ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് മുന്നിലുള്ള വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ആർക്കും അങ്ങനെ ഹറിബറി ഇല്ല. എല്ലാവരും ഭയങ്കര ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെയെന്ന് വെച്ചാൽ റോഡിൻ്റെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സോ അങ്ങനെ ട്രാഷ് കളയുക അങ്ങനെ യാതൊരുവിധ സംഭവങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ചിട്ട് ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ഉണ്ടായിട്ടുള്ളത് കിഗ്വേമ എന്ന് പറയുന്ന വില്ലേജിലാണ് ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ നേരെ പോയി, ആകാശ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. സോ പുള്ളിയുടെ കൂടെ ഞങ്ങൾ പോയി, ഞങ്ങൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഹോൺബിൽ ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നാഗാലാൻഡിൽ ഏകദേശം 17ഓളം ട്രൈബൽ ഗ്രൂപ്പിനെ ഒന്നിച്ച് ഒരേ സമയത്ത് നമുക്ക് കാണാനും അവരുമായിട്ട് അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ആ ഒരു മൊമെൻ്റാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 10 വരെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലെ കിസാമ എന്ന് പറയുന്ന വില്ലേജിൽ നടക്കുന്നത്. കിസാമ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വില്ലേജ് അല്ല. കാരണം കിഗ്വേമ എന്ന് പറയുന്ന വില്ലേജും അതുപോലെ ഫെസാമ എന്ന് പറയുന്ന വില്ലേജും രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പേരാണ് ഈ കിസാമ എന്ന് പറയുന്നത്. അങ്ങനെ ഹോൺബിൽ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. പല മൊറുങ്ങുകളുണ്ട്. മൊറുങ്ങ് എന്ന് വെച്ചാൽ ഓരോ ട്രൈബൽ ഗ്രൂപ്പിൻ്റെയും വാസസ്ഥലം എന്നാണ് അവർ അതിനെ മീൻ ചെയ്യുന്നത്. സോ അവരുടേതായ ട്രഡീഷണൽ അറ്റയറും കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ ലൈഫ് സ്റ്റൈല്, അവരുടെ കുക്കിംഗ് പാറ്റേൺ, അതുപോലെ അവരുടെ ഹണ്ടിങ് പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ മൊറുങ്ങിലും കാണാൻ പറ്റും. സോ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മൊറങ്ങുകളും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത 4-5 ദിവസങ്ങളിൽ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അയോ, അങ്കാമി, അതുപോലെ കോന്യാക്ക്, ഫോം, കുക്കെ, ഗാരോ, അങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം 17ഓളം ട്രൈബൽ ഗ്രൂപ്പുകളെ എല്ലാ മൊറങ്ങിലും നമ്മൾ പിന്നെ വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഹോൺബില്ലിൽ വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഫുഡ് കൾച്ചറാണ്. അതായത് നോർമലി ഈ ട്രൈബൽ ആളുകൾ എന്താണോ കഴിക്കുന്നത് അത് നമുക്കവിടെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഈ പോകുന്ന സമയത്താണ് ഞങ്ങൾ ഈ സ്റ്റോളുകളുടെ പേരുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതായത് നമുക്കവിടെ ഒച്ചിൻ്റെ ഇറച്ചി കിട്ടും. അതുപോലെ തന്നെ പട്ടുനൂൽ പുഴു, വണ്ട് ടൈപ്പുള്ള ഇൻസെക്റ്റുകൾ നമുക്കവിടെ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അജിത്ത് ആക്ച്വലി ഒരു കടയിൽ ചെന്നിട്ട് നമ്മുടെ ഒച്ചിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒച്ചിനെ കഴിക്കുന്ന സമയത്ത് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. സോ അങ്ങനെ അജിത്ത് ആക്ച്വലി ആ ഒരു ഒച്ചിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാനാണ് നോക്കിയത്. പക്ഷേ തൊട്ടടുത്തുള്ളൊരു ലോക്കൽ വന്നിട്ട് നമ്മൾ പറഞ്ഞു അതങ്ങനെയല്ല കഴിക്കേണ്ടത്, നമ്മൾ ആ ഒച്ചിൻ്റെ തോട് എന്നെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചി എടുത്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പട്ടുനൂൽ പുഴുവും. അതായത് കുത്തി എടുത്തിട്ട് അതിനെ ഒറ്റ സിംഗിൾ ആയിട്ട് നമ്മളത് കഴിച്ചാലാണ് ആ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യാമെന്നാണ് അന്ന് ആ ലോക്കൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 5ാമത്തെ ദിവസം ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവലിന് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളെ ഈ ഒരു യാത്രയിലെ മെയിൻ ഒബ്ജക്റ്റീവ് ഹോൺബിൽ ഫെസ്റ്റിവൽ കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഹോൺബിൽ ഫെസ്റ്റിവലും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നല്ല എക്സ്പീരിയൻസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അടുത്ത ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുക്കോ വാലി ട്രെക്കിംഗ് ആണ്.
അങ്ങനെ ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ ഭയങ്കര ഐസൊലേറ്റ് ആയിട്ടുള്ള ഏരിയകളായിരുന്നു. നമ്മളെക്കാട്ടിയും ഡബിൾ ഹൈറ്റുള്ള പുല്ലുകൾ റൂട്ടായിരുന്നു. രണ്ട് സൈഡും പുല്ലാണ്. അതിൻ്റെ സൈഡിലാണ് ചെറിയൊരു നാരോ ആയിട്ടുള്ള പാസേജ് പോലെ വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. സോ ഞങ്ങളങ്ങനെ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവിടെയും മരത്തിൻ്റെ മുകളിലൊക്കെ ഓരോ മോട്ടിവേഷൻ കോട്ടുകൾ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്കങ്ങനെ പോകുന്ന സമയത്ത് അത് വായിച്ച് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു എനർജി നമുക്ക് ഫീൽ ആവും. എപ്പോഴെങ്കിലും നമ്മൾ ബോഡി ടയേർഡ് ആവുന്ന സമയത്ത് നമ്മളിത് വായിച്ചിട്ട് വീണ്ടും മോട്ടിവേറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ അവിടെ എത്തി, ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. അതായത് ഒന്നെന്ന് വെച്ചാൽ നമുക്കവിടെ ടെൻ്റ് അടിച്ച് കിടക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് വെച്ചാൽ അവരിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഡോർമെട്രി അല്ലെങ്കിൽ റൂം എന്ന് പറയാൻ പറ്റില്ല, ഡോർമെട്രിയാണ് അവിടെ ഉള്ളത്. സോ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ബെഡ് സ്പേസ് കാര്യങ്ങൾ അവിടുന്ന് വാങ്ങാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ടെൻറ്റും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ രാത്രിയാണ്, ഏകദേശം ഒരു 4 മണി ഒക്കെ ആയപ്പോഴാണ് ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ചാടുന്ന പോലെ ഫീല് നമുക്ക് വന്നത്. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഇത് മഴയാണോ ഇനി അതല്ല ടെൻറ്റിന് വല്ല ഹോളുണ്ടോ ഞങ്ങൾക്കൊന്നും പിടിയിട്ടുന്നില്ല. പെട്ടെന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കിയ സമയത്താണ് മഞ്ഞ് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. സോ രാത്രി നമ്മൾ ടെമ്പറേച്ചർ നോക്കിയ സമയത്താണ് ടെമ്പറേച്ചർ മൈനസിലേക്ക് പോയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് ബോഡി കുറച്ചും കൂടി ഉഷാറാക്കിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടിയും ഫ്രണ്ടിൽ അവിടെ തന്നെ ഉള്ള ഒരു 4 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ വീണ്ടും ഒരു വാലിയുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി. അവിടെയാണ് നമ്മുടെ കെയർ ടേക്കർ പറഞ്ഞത് സോ ഐസിൻ്റെ ലെയർ നമുക്ക് കാണാൻ പറ്റുമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് സംഭവം പറഞ്ഞത് സത്യമായിരുന്നു. കാരണം അവിടെ ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും വെള്ളത്തിൻ്റെ ഏരിയകളും ആക്ച്വലി ഐസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ 0ലേക്ക് പോയി എന്നുള്ളതിൻ്റെ ആ ഒരു എവിഡൻസ് അവിടെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സുക്കോ വാലി ട്രക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഇനി തിരിച്ച് വീണ്ടും ഗുവാഹട്ടിയിലേക്കാണ് പോകാനുള്ളത്. ദിമാപൂർ വഴി ഞങ്ങൾ വീണ്ടും ഗുവാഹട്ടിയിലേക്ക് തിരിച്ചു വന്നു. സോ ഇനി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് അരുണാചൽ പ്രദേശിലേക്കാണ്. സോ മെയിനായിട്ട് ഈ ഒരു സ്ട്രെച്ചിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തവാങ് ആണ്. സോ അന്ന് ഡിസംബർ ടൈമായിരുന്നു. സോ തവാങ്ങിൽ മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പായത് കാരണം ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുവാഹട്ടി ടു തവാങ്ങിലേക്ക് പോകുന്ന ബസ്സാണ് ആക്ച്വലി. ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് തവാങ്ങിലെത്തിയത്. സോ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒരു ഹോസ്റ്റ് ഉണ്ട്. കാരണം ആകാശ് ഗുവാഹട്ടിയിൽ ഞങ്ങളുടെ കൂടെ ഇനി വരുന്നില്ല. സോ ആകാശ് ഗുവാഹട്ടിയിൽ ആ ഒരു നാഗാലാൻഡിലെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ആകാശ് തിരിച്ച് റിട്ടേൺ പോയി. പിന്നെ ഞങ്ങൾക്ക് പക്ഷേ ആകാശ് വേണ്ട എല്ലാവിധ ഹെൽപ്പും ഇവിടെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ആകാശിൻ്റെ വേറൊരു കസിനായിട്ടുള്ള ടാഷി എന്ന് പറയുന്ന ഒരു തവാങ്ങിൽ തന്നെയുള്ള ഒരു ആളുടെ നമ്പറൊക്കെ തന്നിട്ടാണ് പുള്ളി പോയത്. അങ്ങനെ ഞങ്ങൾ തവാങ്ങിലെത്തി. ഏകദേശം ഒരു 7-7:30 ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല ഒരു മഴയായിരുന്നു ആക്ച്വലി. മഴ എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി റെയിനല്ല, ഒരു ഡ്രിസിലിംഗ് ടൈപ്പ്. അങ്ങനെ ഞങ്ങൾ ടാഷിനെ വിളിച്ചു. പക്ഷേ 1, 2, 3ാമത്തെ റിങ് അടിച്ചിട്ടും ടാഷി ഫോൺ എടുക്കുന്നില്ല. സോ ഞങ്ങളാകെ ഭയങ്കര പാനിക്കായിപ്പോയി. കാരണം അറിയാത്തൊരു സ്ഥലമാണ്. സോ പുള്ളി ആരും ആൻസർ ചെയ്യുന്നില്ല. പക്ഷേ ഓൾറെഡി തലേന്ന് മെസ്സേജ് അയച്ചതാണ് ഓക്കെ ഞങ്ങൾ ഈ സമയത്ത് എത്തുന്നുള്ളത്. പക്ഷേ പിന്നെ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴുണ്ട് ടാഷി നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ എവിടെയാണ് ഉള്ളതെന്നും പറഞ്ഞു. അങ്ങനെ ടാഷി ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തു. ടാഷി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ബസ് സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾക്ക് വേറെ ഒരു ടാസ്കും പുള്ളി തന്നിട്ടില്ലായിരുന്നു. കാരണം നിങ്ങൾ ഈ ഫ്ലോറിൽ തന്നെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വേർഡാണ് അക്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ടാഷി ഞങ്ങൾക്ക് പറഞ്ഞത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പോയേക്കുന്ന ഒരു പുതിയ ഏരിയയിൽ അവിടുത്തെ കാലാവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ആ ഒരു കാലാവസ്ഥയായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആവുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത 10ഓളം ദിവസങ്ങൾ തവാങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. സോ തവാങ്ങിലെ പല കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോയി. മെയിനായിട്ടുള്ള ജംഗ് വാട്ടർഫോൾ, അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ലേക്കുകൾ, പിന്നെ ബുംല പാസ്, സെല പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ പല മൊണാസ്ട്രികൾ. പിന്നെ തവാങ്ങിലെ ഞങ്ങൾ ലിസ്റ്റിലുണ്ടായിട്ടുള്ള ഒരു മോസ്റ്റ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ചുമി ഗ്യാറ്റ്സെ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമായിരുന്നു. അതായത് അവിടെ ലോക്കൽസ് ഹോളി വാട്ടർഫോൾ
അല്ലെങ്കിൽ ചുമി ഗ്യാറ്റ്സെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. കാരണം രാവിലെ ഒരു 6 മണി ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി തിരിച്ചു വരാൻ വൈകുന്നേരം ഒരു 5:30 to 6 മണി വരെ ആവും. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ചുമി ഗ്യാറ്റ്സെ വാട്ടർഫോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചൈന ടിബറ്റൻ ബോർഡറിൻ്റെ വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ആർമിയുടെ കോൺവോയ് വേണം. നമ്മളെ ഇന്ത്യൻ ആർമിയുടെ കോൺവോയ് നമ്മളെ വെഹിക്കിളിൻ്റെ കൂടെ തന്നെ അവർ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ കൂടെ അവർ വരും. അങ്ങനെ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ പോകുന്ന വഴികൾ ഭയങ്കര റഫ് ടെറൈനാണ്. ഓഫ് റോഡ് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ വണ്ടി തന്നെ ആക്ച്വലി 2-3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. സോ അതിൽ 2 പ്രാവശ്യം ഒരു ആർമിയുടെ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു വന്നു. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ ആർമിക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അത് അത്രയും റിമോട്ടായിട്ടുള്ള ഏരിയ ആണ്. അവരവിടെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞങ്ങളും എന്ത് ചെയ്തു, പോയിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് അടുത്തേക്ക് എത്തും തോറും നമ്മളെ മൊബൈലിലെ ടൈം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ചൈനീസ് ടൈമും അതുപോലെ ടൈം സോണിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്ത് ഏകദേശം 3-4 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പം ഈ ഒരു മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ ആർമിയുടെ ചെക്ക് പോയിൻ്റ് നമ്മൾ എത്തി. സോ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ആർമിയുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ വാട്ടർഫോൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടത്. സോ അത് എഗെയിൻ ചൈനീസ് ബോർഡറും ഇന്ത്യയുടെ ബോർഡറും വളരെ അടുത്തായി വരുന്ന കാരണം നമ്മളെ സൈഡിൽ നിന്ന് ഒരു 2-3 പട്ടാളക്കാരെ നമ്മളെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അവർ നമ്മളെ കൂടെ വിടും. അങ്ങനെ ഞങ്ങൾ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്തത്. ഈ ചുമി ഗ്യാറ്റ്സെ വാട്ടർഫോൾ എന്ന് പറയുന്നത് ഒരൊറ്റ വാട്ടർഫോൾ അല്ല. അത് ആക്ച്വലി 108ഓളം വാട്ടർഫോൾ ഒന്നിച്ച് ചെറിയ അരുവികൾ പോലെ വരുന്ന ഒരു വാട്ടർഫോളായിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അരുണാചൽ പ്രദേശിലെ മോൻപ വിശ്വാസികളുടെ ആ ഒരു ഐതിഹ്യപ്രകാരം ഇത് ഹീലിംഗ് പവർ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു വെള്ളത്തിന്. സോ അതുകൊണ്ട് ഈ വെള്ളം കുടിച്ചാൽ നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ മാറും എന്നാണ് മോൻപ ആളുകൾ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ബാക്കി നമ്മൾ ലിസ്റ്റിൽ നോട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരേക്ക്, അതായത് ഗുവാഹട്ടി ടു ബാംഗ്ലൂർ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിന്ന ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രകൾ, അതായത് സെപ്റ്റംബറിൽ അജിത്ത് പറഞ്ഞ ആ ഒരു പ്ലാനിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ യാത്ര ഞങ്ങളന്ന് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ചെറിയൊരു ഐഡിയയിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്ര ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് യാത്രകൾ നടത്താൻ പറ്റട്ടെ, നല്ല എക്സ്പീരിയൻസുകൾ ഗെയിൻ ചെയ്യാൻ പറ്റട്ടെ. സോ ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.